ആപത്ത് കാലത്ത് ആദ്യം ഓടിയെത്തിയത് ഭാരതമാണ്. ഭാരതത്തിൻ്റെ സഹായം ആവോളം സ്വീകരിച്ച രാഷ്ട്രമാണ് തുർക്കി. എന്നിട്ടും അവർ ഒരു നിർണായക ഘട്ടത്തിൽ നമ്മുടെ ശത്രു രാജ്യത്തിന് വലിയ സഹായങ്ങളുമായിട്ട് വന്നിരിക്കുന്നു നമുക്കെതിരെ യുദ്ധം ചെയ്യാൻ. എന്താണ് അവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത്? ഇതിന് പിന്നിലെ രാഷ്ട്രീയം എന്താണ്? ഈ സ്വന്തം ബ്ലഡിനെ കഴിയൊഴിയാൻ തുർക്കി എന്ന് പറയുന്ന രാജ്യം ഈ 500 എന്നല്ലല്ലോ, 500 അറിയാലോ. 500 മറ്റേ അച്ഛൻ വന്ന് സഹായം ചോദിച്ചപ്പം സ്വന്തം മക്കൾക്കെതിരെ വാളെടുത്ത ആളാണ്. അതാണ് കേൾവണ മക്കളെ. തുർക്കി ബേസിക്കലി 2 കാര്യമുണ്ട്. പാകിസ്ഥാൻ്റെ ലീനിയേജ് ബേസിക്കലി തുർക്കിയായിട്ട് ബന്ധപ്പെട്ടാണ്. തുർക്കികൾ, നിങ്ങൾ വെറുതെ അറബികളെയും മുസ്ലിങ്ങളെയും കുറ്റം, ബേസിക്കലി അറബികളല്ല, വേണമെങ്കിൽ മുസ്ലിങ്ങളൊന്നും. അറബികൾ പണ്ട് സിന്ധ് വരെ അവരുടെ കുറച്ച് ശ്രീലങ്കയിൽ നിന്ന് ഖലീഫൊക്കെ അയച്ചു കൊടുത്ത കുറച്ച് സാധനങ്ങൾ സിന്ധ് തീരത്തുനിന്ന് കടൽക്കൊള്ളക്കാർ കൊള്ളയടിച്ചതിന് 830 മാത്രം മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ നേതൃത്വത്തിൽ സിന്ധ് ആക്രമിച്ച് അവിടെ ചില പ്രദേശങ്ങൾ കീഴടക്കിയാണ്. ഇതേ അറബികൾ ചെയ്തിട്ടുള്ളൂ. ബാക്കി അറബികൾ അതേ സമയത്ത് തന്നെ ഇവിടെ കേരളത്തിലും മഹാരാഷ്ട്രയിലെ കച്ചവടത്തിന് വന്ന് നല്ല ഇവിടുത്തെ രാജാക്കന്മാരായിട്ട് നല്ല ബന്ധമായിരുന്നു. അതാണ് അറബികളുടെ ഒരു ചരിത്രം. ഈ തുർക്കികളാണ് നിങ്ങൾ ഈ പറഞ്ഞത് വന്നിട്ടുള്ള പൃഥ്വിരാജ് ചൗഹാനെയും മറ്റും ഭീകരമായി കൊന്നതും ചതി കാണിച്ചതും ബാബർ ഉൾപ്പെടെയുള്ള ആളുകൾ. അത് തുർക്കി മംഗ്ലോയിഡ് രണ്ടും കൂടിയാണ്. അപ്പോൾ ഈ തുർക്കി മംഗ്ലോയിഡ് ജീനാണ് ആരത്? പാകിസ്ഥാൻ്റെ. അവിടെ എലീറ്റ്, അവിടുത്തെ ഒരു സാധാരണക്കാരായ മുസ്ലിങ്ങൾ ഹിന്ദു കൺവേർട്സാണ്, ലോക്കൽ കൺവേർട്സാണ്. പക്ഷെ അവിടുത്തെ എലീറ്റ് എന്ന് പറയുന്ന ആളുകളുണ്ടല്ലേ, ഇപ്പോൾ അവരൊക്കെ മുനീറൊക്കെ അല്ലേ, അസിം മുനീർ, നാവയൊക്കെ, അല്ലെങ്കിൽ ഷഹബാസ് ഷെരീഫൊക്കെ പോലുള്ള നാവികളൊക്കെ ബേസിക്കലി ടർക്കിഷ് ബ്ലഡാണ്. ഈ മുഹമ്മദ് ബിൻ ഗോവയുടെയും ഗസ്നിയുടെയൊക്കെ കൂടെ വന്നിട്ട് അവിടെ സെറ്റിൽ ചെയ്ത ആളുകളാണ് ഇത് ബേസിക്കലി. അപ്പോൾ ഇടയ്ക്ക് ഈ തുർക്കിയിലെ ഈ ഓട്ടോമൻ തുർക്കികളുടെ സ്ഥാപകനാണ് ഉസ്മാൻ്റെ പേരുന്ന ഓട്ടോമൻ എന്നുള്ള പേര് വന്നു. അദ്ദേഹത്തിൻ്റെ വാപ്പ ഉണ്ടായിരുന്നു ഉർദുഖാൻ്റെ നമ്മളെ കൂട്ടത്തിൽ നമ്മൾ ചിത്രം വരയ്ക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ചിത്രകാരം കയ്യിലില്ല. അപ്പോൾ ഇടയ്ക്ക് ഒരു വെബ് സീരീസ് ടർക്കിയിൽ വന്നു ഉർദുഖാനെ പറ്റി. നല്ല വെബ് സീരീസ് നെറ്റ്ഫ്ലിക്സ് ഞങ്ങളുണ്ടായിരുന്നു. അപ്പം അതിൽ ഉള്ള ഉർദുഖാൻ്റെ ഫോട്ടോ ചിത്രം വെച്ചുകൊണ്ട് പാകിസ്ഥാനിൽ ഒരു പ്രതിമ തന്നെ വന്നിരുന്നു. ഉർദുഖാനായിരിക്കും. അപ്പോൾ ആ ഒരു ക്യാരക്ടറിൻ്റെ വെച്ചുകൊണ്ട് പ്രതിമ തന്നെ വന്നത്. അപ്പോൾ അവർ ബേസിക്കലി ടർക്കിഷ് വംശജരാണ്. അതാണ് അവർ ഈ 2 നാഷൻ തിയറി പറയുന്നത്. അറബികൾ 2 നാഷൻ പറഞ്ഞു. അറബികൾ എവിടെ പോയി ആ സൊസൈറ്റി ആയിട്ട് അങ്ങ് കൂടിച്ചേരുക. ഇപ്പോൾ കോഴിക്കോടൊക്കെ കണ്ടില്ലേ, ആ സൊസൈറ്റി ആയിട്ട് അങ്ങ് കൂടിച്ചേരുക. കോഴിക്കോട് ഹിന്ദുക്കളെ നിന്ന് മരുമക്കത്തായ എടുത്ത് അവർ കല്യാണം കഴിച്ച വീട്ടിലൊക്കെ മരുമക്കത്തായ അമ്മ വീടുകളാണ്. ഇവന്മാരല്ല തുർക്കികൾ. അവർ കച്ചവടക്കാർ. തുർക്കികൾ തന്നെ ബേസിക്കലി ഈ നൊമാഡ്സ്, ഈ സ്റ്റെപ്പികളിൽ ഇങ്ങനെ അലഞ്ഞു കഴിഞ്ഞ് കൊള്ള നടത്തി ജീവിച്ചിരുന്ന ആളുകളാണ് തുർക്കികളും മംഗ്ലോയിഡ്സും ഒക്കെ, ചെങ്കിസ് ഖാനെ. അപ്പോൾ ആ ലീനിയേജാണ് പാകിസ്ഥാൻ. കൊള്ളക്കാരുടെ ഒരു ആ ബ്ലഡിലും ഉണ്ട്. അതിങ്ങനെ ഉത്തരേന്ത്യൻ മുസ്ലിംസിനെ, സൗത്ത് ഇന്ത്യൻ മുസ്ലിംസിനെ, എസ്പെഷ്യലി കേരള മുസ്ലിംസിനെ കണ്ടാൽ മതി. കേരള സൗത്തിലൂടെ മലബാർ മുസ്ലിംസിന്, സൗത്ത് എനിക്ക് കൂടുതൽ അറിയില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഈ കോഴിക്കോടൊക്കെ താമസിച്ചല്ല, അവിടെയുള്ള മുസ്ലിംസിൻ്റെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ടുണ്ട്. എല്ലാവരോടും അങ്ങ് സഹകരിച്ച് അങ്ങ് പോകാമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അപ്പം നമ്മുടെ BJP പ്രസിഡന്റ് ശ്രീധരൻപിള്ളയാണല്ലോ അവരുടെ പ്രധാനപ്പെട്ട ഒരാൾ. ഇങ്ങനൊരു ബന്ധമാണ്. അത് സുരേന്ദ്രനൊക്കെ ആയിട്ട് അവരെന്തൊക്കെ നമ്മളാണ്, നമുക്ക് എന്താ അങ്ങനെ ബന്ധമാണ്. പക്ഷേ ഉത്തരേന്ത്യയിൽ അങ്ങനെയല്ല. മുസ്ലിം കോളനി, ഹിന്ദു കോളനി എന്ന് തോന്നുന്നു. ഈ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ പലപ്പോഴും നാട്ടുകാർക്ക് അറിഞ്ഞൂടാത്ത കാര്യമാണ്. വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ ബേസിക്കലി തുർക്കിയുടെ ഒരു എക്സ്റ്റൻഷനാണ്. തുർക്കിയുടെ ഈസ്റ്റേൺ എക്സ്റ്റൻഷനാണ് പാകിസ്ഥാൻ. അങ്ങനെ ബന്ധം അവർക്കുണ്ട്. പിന്നെ തുർക്കി കുറേ കാലം ഇവരെ ഒന്നും പരിഗണിച്ചിരുന്നില്ല. അവിടെ മുസ്തഫ കമാൽ പാഷയ്ക്ക് ശേഷം ഈ രാജഭരണത്തിനും ഇസ്ലാമിക ഭരണത്തിനൊക്കെതിരെ ശക്തമായ നീക്കം വരികയും ഈ ഖലീഫ സ്ഥാനം തന്നെ ഇല്ലാതാക്കുകയും ചെയ്തു. നമ്മൾ മുസ്ലിങ്ങളെ പോപ്പായിരുന്നല്ലോ ഖലീഫ. പോപ്പ് പ്ലസ് അമേരിക്കൻ പ്രസിഡന്റായിരുന്നു ഖലീഫ. ആധ്യാത്മിക നേതാവ്, രാഷ്ട്രീയ നേതാവായിരുന്നു സുന്നികളുടെ. അത് ഇല്ലാതാക്കുകയും ചെയ്തു. അവിടെയുള്ള അവരുടെ ഒരു മഹാത്മാഗാന്ധിയാണ്, പട്ടാളക്കാരനായിരുന്നു കേണൽ കമാൽ പാഷ. അദ്ദേഹമാണ് ആധുനിക തുർക്കി സ്ഥാപിച്ചത്. അദ്ദേഹം അത് പൂർണ്ണമായിട്ട് ഒരു സെക്യുലർ രാജ്യമായിട്ടാണ് ഉണ്ടാക്കിയത്. അത് സോവിയറ്റ് റഷ്യ, അമേരിക്കയൊക്കെ ആയിട്ട് നല്ല ബന്ധം ഒരേ സമയം കാത്തു സൂക്ഷിച്ചു. എന്നിട്ട് അവിടെ തലപ്പാവ് ഭരിക്കാൻ പാടില്ലായിരുന്നു. തുർക്കിയെ ഒരു ജനാധിപത്യ മതനിരപേക്ഷ രാജ്യമായി പ്രഖ്യാപിച്ചു. ഈ മതചിഹ്നങ്ങളൊന്നും കാണിക്കാൻ പാടില്ലായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് ശേഷം വഴിച്ച് പലപ്പോഴും പട്ടാള ഭരണം വന്നിരുന്നു. പട്ടാളക്കാരൻ ജനാധിപത്യമാണെങ്കിൽ എല്ലാം തന്നെ സെക്യുലർ ആയിട്ടുള്ള ആളുകൾ. താൻസു മില്ലർ, നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുക, താൻസു മില്ലർ ആയിരുന്നു അവിടുത്തെ പ്രധാനമന്ത്രി, ലേഡിയായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഉർദുഖൻ 2001 മറ്റേ അധികാരത്തിൽ വരുന്നത്. ഉർദുഖൻ ഇവിടുത്തെ മുസ്ലിം ലീഗ് പോലൊരു പാർട്ടി എന്നാണ് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് സെക്യുലറാണ്, എന്നാൽ മതപരമായ വിഷയത്തിൽ കൺസർവേറ്റീവാണ്. അങ്ങനെ നോക്കണം. അത് നമുക്ക് പ്രശ്നമൊന്നുമില്ല. ലീഗ് പ്രശ്നമൊന്നുമില്ല. SDPI ആയാലല്ലേ നമുക്ക് പ്രശ്നമുള്ളൂ.
പക്ഷെ വന്ന് മൂപ്പര് STPനെക്കാട്ടും കൂടിയിട്ട് അതുമാതിരി പിന്നെ ലഷ്കർ-ഇ തോയ്ബിനെ പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഖലീഫ മുമ്പത്തെ തുർക്കിയെ പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരിക, ലോകശക്തിയാക്കി മാറ്റുക, മൂപ്പര് തന്നെ ഒരു ഖലീഫയായി മാറുക, ഇതൊക്കെയാണ് മൂപ്പര് ഉദ്ദേശം. പക്ഷെ അന്നത്തെ ഈ ലോകം ഒരുപാട് മാറി, ജൂതന്മാർ വളരെ ശക്തരായി. ഇസ്രായേൽ ലോകത്തെ ഇന്ന് റിയാലിറ്റി രണ്ടാമത്തെ ഏറ്റവും വലിയ മിലിറ്ററി പവറാണ്, അവർ കാണിക്കുന്നില്ല എന്നാണ്. അമേരിക്ക ഒന്നാമത്തെ പവർ. അപ്പോൾ ഇവരോടൊന്നും പിടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ മൂപ്പര് ഇങ്ങനെ ചെയ്യുന്ന ഒരു കൾച്ചറൽ ആയിട്ടുള്ള സ്പിയർ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതിന് മുസ്ലിങ്ങളുടെ ഹൃദയം, ലോകത്തെ മുസ്ലിങ്ങളുടെ ഹൃദയം കീഴടക്കുക എന്നുള്ളൊരു പരിപാടിയുടെ ഭാഗമായിട്ട്. അത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അവരുടെ ടാർഗറ്റിലുണ്ടാവും. പക്ഷേ ഇന്ത്യയിൽ ഇപ്പം സൗത്തിലൊന്നും വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സൗത്തിൻ്റെ മുസ്ലിങ്ങൾ ബേസിക്കലി ഒന്നിവിടെ ലോക്കൽ മുസ്ലിംസാണ്, അല്ല അറബികളായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ പേർഷ്യയായിട്ടും തമിഴ്നാട്ടിലൊക്കെ പേർഷ്യയായിട്ട് ബന്ധപ്പെട്ട ഷിയ മുസ്ലിങ്ങളും കൂടുതലാണ്. പക്ഷേ ഉത്തരേന്ത്യയിൽ അവരുടെ ടാർഗറ്റിലുണ്ട്, പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ല. പാകിസ്ഥാൻ അവരുടെ രാജ്യമാണ്, എക്സ്റ്റൻഷനാണ്, കൾച്ചറൽ എക്സ്റ്റൻഷൻ. പക്ഷേ ഈ കേരളത്തെക്കുറിച്ച് താങ്കൾ പറയുമ്പോൾ ഈ കേരളത്തിൽ നിന്നും തുർക്കിക്ക് വലിയ സഹായം കിട്ടി. ഭൂകമ്പം ഉണ്ടായ സമയത്ത് കേരള സർക്കാർ 10 കോടി രൂപയാണ് കൊടുത്തത്. ഇന്ത്യ ഗവൺമെന്റ് ഓപ്പറേഷൻ ദോസ്തും പ്രഖ്യാപിച്ചിരുന്നല്ലോ. അത് ഇന്ത്യക്കാരനെ അതെ, അതാണ് ഇത്രയൊക്കെ സഹായം കിട്ടിയിട്ടും അല്ല എന്തുകൊണ്ട് അതാണ് നമ്മുടെ ഫസ്റ്റ് ചോദ്യത്തിനുള്ള ഉത്തരം. ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ ഈ തുർക്കികളെ മലയാളികൾ സഹായിക്കുന്ന ആദ്യമായിട്ടൊന്നുമില്ല. ഇവർ വലിയ സാമ്രാജ്യമായിരുന്ന സമയത്ത് നമ്മൾ ബ്രിട്ടീഷുകാരുടെ കോളനി ആയിരുന്നു മലബാർ. ആ സമയത്ത് ഇവന്മാർ തകർന്നാണ് 18-19 യുദ്ധത്തിൽ തോറ്റല്ലോ. അങ്ങനെയാണ് ഈ പലസ്തീൻ വിഷയം തന്നെ ഉണ്ടാകുന്നത്. ഇവരെ ഇന്ന് പലസ്തീൻ പിടിച്ചെടുത്തിട്ട് ജൂതന്മാർ കൊടുക്കുന്ന പരിപാടി അന്നാണ് തുടങ്ങിയത്. അപ്പം അന്ന് ഇവർ കഷ്ടപ്പെടുന്ന സമയത്ത് ഇവർക്ക് വേണ്ടിയിട്ട് ഫണ്ട് പിരിച്ച്, നമ്മൾ കോഴിക്കോട് മുസ്ലിംസ് ഭയങ്കര ധനാഢ്യത അറിയാലോ, ഫണ്ട് പിരിച്ചിട്ട് നമ്മളന്ന് കോഴിക്കോട് നിന്ന് ഹിമായത്തുൽ ഇസ്ലാം സഭ എന്ന് പറഞ്ഞിട്ടൊരു മുസ്ലിം ഓർഗനൈസേഷൻ ഉണ്ടാവും. ഓൾമോസ്റ്റ് ലൈക്ക് ആര്യ സമാജും ബ്രഹ്മ സമാജും കൂടിയൊരു മിക്സ് ഒരു സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ്. അപ്പോൾ അവർ കാശ് പിരിച്ച് ഇവർക്ക് സഹായിച്ചിരുന്നത് അന്ന് അയച്ചു കൊടുത്തു. അത് നമ്മളിപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. മുമ്പ് നമ്മൾ നിക്കരാവ് പോലും മരം പോച്ചാൽ ഇവിടെ നമ്മൾ കൊടി വെക്കില്ലായിരുന്നു, പ്രതിഷേധം വിളിക്കില്ലേ, അതിൻ്റെ ഒരു ഭാഗമല്ല, വേറെ പ്രത്യേക താല്പര്യം ഉണ്ടായിട്ടൊന്നുമില്ല. അപ്പം അതിൻ്റെ ഭാഗമാണ് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടത്. അപ്പം അതിൽ വലിയ സംഭവം കാണും. പിന്നെ ഇന്ത്യക്കാരുടെ പൊതു സ്വഭാവമാണ് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത്. അമേരിക്കക്കാരൊക്കെ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ആഫ്രിക്കയിലേക്ക് സൈന്യത്തെ അയച്ച് ആളുകളെ കൊല്ലിക്കുന്നത്? കാരണം നമ്മളെ ആളുകളല്ല അവിടെ നിന്ന് വെടികൊണ്ട് മരിക്കുന്നത്. അപ്പം നിങ്ങൾക്കാണ് ഇവിടെ ഒരു താല്പര്യമില്ല. അപ്പം ഇന്ത്യ നമ്മുടെ ഒരു നെഹ്റു തൊട്ട് മോഡി വരെയാണ് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അത്യാവശ്യം സമാധാനം നിലനിർത്താൻ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത്. ചൈന അയക്കുന്നുണ്ട് സൈന്യത്തെ. എന്തുകൊണ്ട് ചൈനയ്ക്ക് അവിടെ ഇൻട്രസ്റ്റ് ഉണ്ട്. അവിടെ രത്ന വ്യവസായമൊക്കെ ഇപ്പോൾ ചൈനയാണ് കൺട്രോൾ ചെയ്യുന്നത് പല സ്ഥലങ്ങളിലും. നമുക്ക് അവിടെ ഒരു ഇൻട്രസ്റ്റും ഇല്ല. നമ്മളെ പൈസക്കാരവിടെ ഉണ്ട്, അവർ നമ്മളെ സൈന്യവുമായിട്ട് ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് ഗാന്ധിയുടെ കാലത്തൊക്കെ അവിടെ പോയുള്ള ആളുകളുണ്ട്. നമ്മുടെ സുനക്കിൻ്റെ അച്ഛനൊക്കെ അവിടെ ആയിരുന്നല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അത് നമ്മുടെ ഒരു സ്വഭാവമാണ്. അപ്പോൾ നമ്മൾ മുമ്പ് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സഹായിക്കാനും ഫൈനലി മനുഷ്യൻ്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ. അതാണ് എൻ്റെ ഒരു കാര്യം. സഹായിച്ചവനെ തന്നെ ആദ്യം തൊഴിക്കുക. അതിപ്പോൾ മോഡിയുടെ കാര്യം നോക്കിയാൽ ഈ കോവിഡ് സമയത്ത് ലോകത്ത് ഭൂപടത്ത് കാണാത്ത രാജ്യങ്ങളൊക്കെ ഒരു 30 കോവിഡ് മരുന്ന് കയറ്റി വെച്ചിട്ടുണ്ട്. ഏതോ രാജ്യം അങ്ങേക്ക് തിരിച്ച് കത്ത് ഞങ്ങളെപ്പോലെ രാജ്യം ലോകത്തുണ്ട് എന്ന് ആകപ്പാടെ തിരിച്ചു വന്നിട്ടുള്ളത് നിങ്ങൾ മാത്രമാണ്. അത് നമ്മുടെ ഇപ്പോൾ മോഡിയാണെങ്കിലും പിന്നെ നെഹ്റു ആണെങ്കിൽ വാജ്പേയി ആണ് മൻമോഹൻ സിംഗ് ആണ്, നമ്മുടെ ഒരു സംസ്കാരമാണ്. പക്ഷെ അത് തിരിച്ച് പക്ഷേ ഭഗവത്ഗീത തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെന്തിനാ ടെൻഷൻ അടിക്കുന്നത്, സംസ്കൃത കഥയൊന്നല്ലേ, കർമ്മണ്യവാദികാരസ്ഥ മാ ഫലേഷു കഥ, നിങ്ങൾ കർമ്മം ചെയ്താൽ മതി, ഫലത്തെപ്പറ്റി ആലോചിക്കണം. അത് അങ്ങനെ അത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. അവർ ബേസിക്കലി പാകിസ്ഥാനെ വിട്ട് അവർ കളിക്കില്ല. അഫ്ഗാനിസ്ഥാൻ വരെ പാകിസ്ഥാനെ വിട്ട് കളിക്കും, അവർ കളിക്കില്ല. കാരണം അവർ ബേസിക്കലി പാകിസ്ഥാൻ അവരുടെ ഒരു കൾച്ചറൽ ജനറ്റിക്കൽ എക്സ്റ്റൻഷനാണ്. അതായത് തുർക്കിക്കുണ്ടായ ഒരു കുട്ടിയാണ് പാകിസ്ഥാൻ. അതെ, നാട് വിട്ടുപോയ കുട്ടിയാണ്, ഇല്ലത്ത് നിന്ന് ഇറങ്ങിപ്പോയ ഉണ്ണിയാണ്, ഉണ്ണിയാമ്പൂരിയാണ്. പക്ഷെ ആ ഉണ്ണി ഇപ്പം കൈകാലിട്ടടിക്കുകയാണ്, ഒരു നിവൃത്തിയില്ല. അടി ഇവിടുന്ന് അങ്ങോട്ട് പടപട ചെല്ലുകയാണ്. അത് ശരിയാണ്. അപ്പോൾ അതാണ് അവരുടെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഉദ്യോഗം പറഞ്ഞത് ഞങ്ങളെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് പോലും അതേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഈ അലമ്പ് ഉണ്ണികൾ എത്ര കൈകാലിട്ടടിച്ചാലും അവരവരുടെ സ്വഭാവം മാറ്റില്ല. ഇതിനെ മാറ്റിയിട്ടുണ്ട്, കിട്ടാനുള്ളതൊക്കെ കിട്ടി, ഇനി മാറ്റിയിട്ടുണ്ട്. അവർ കൊണ്ടേ പോവുള്ളൂ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.